നമസ്കാരം. ക്രോണിക് ടോൺസിലൈറ്റിസ് ഇത് ബ്രീഫായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഈ ടോൺസിൽസ് എന്ന് പറയുന്നത് അതിനകത്ത് ഇൻഫെക്ഷൻ വരാം. അത് പിള്ളേർക്കാണ് കൂടുതൽ കാണുന്നത്. അത് നോർമലി ടോൺസിൽ എന്ന് പറയുന്നത് ഒരു പോലീസുകാരനെ പോലെ വേണ്ടാത്ത ബാക്ടീരിയ വൈറസ് ഒന്നും തൊണ്ടയ്ക്കകത്ത് നിന്ന് സ്റ്റൊമക്കിലോട്ട് പോകാതിരിക്കാൻ, ദേഹത്തിനകത്ത് കയറാതിരിക്കാനുള്ള ഒരു ടിഷ്യൂ ആണ്. അപ്പോൾ അത് കൂടുതൽ ക്രോണിക് ആയിട്ട് ഇൻഫെക്ഷനായിട്ട് മാറുമ്പോഴാണ് അത് ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രോണിക് ടോൺസിലൈറ്റിസ് വരുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ തുടക്കത്തിൽ തന്നെ ടോൺസിൽസ് നോർമലായിട്ട് ഇൻഫെക്ഷൻ വരുമ്പം അത് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടും ഇല്ലെങ്കിൽ സൈനസിൻ്റെ ക്രോണിക് ഇൻഫെക്ഷൻ കൊണ്ട് അത് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടും ഈ ടോൺസിൽസ് ക്രോണിസിറ്റിയിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കംപ്ലയിൻറ്റ് എന്തായിരിക്കുന്നത്, അവർ പറയും വർഷത്തിൽ 4-5 പ്രാവശ്യം ഇങ്ങനെ ത്രോട്ട് പെയിൻ ഉണ്ടാവാറുണ്ട്, ഒരു വല്ലായ്മ വരും, ആ സമയത്ത് എപ്പോഴും ഉണ്ട്, കഴിക്കാൻ തോന്നുന്നില്ല. ഇത് പിള്ളേർക്കും ഉണ്ടാകുന്ന അമ്മയായിരിക്കും കൂടുതൽ കംപ്ലയിൻറ്റ് പറയുന്നത്. ഒന്നും കഴിക്കാറില്ല, പിന്നെ ഉറങ്ങുമ്പോഴും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. അപ്പോൾ കാണുമ്പോൾ ഇതുപോലെ ടോൺസിൽസ് വലുതായിരിക്കും, കഴുത്തിൽ ഒരു നുണൽ പോലെ കാണാൻ പറ്റും, ടോൺസിൽസ് വലുതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാതെ ഇങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കൂടെ വന്നുകൊണ്ടിരിക്കാം. അതിനകത്ത് ടോൺസിൽ സ്റ്റോൺസ് ചിലപ്പം കാണാം, ചിലപ്പോൾ അത് പഴുപ്പായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കഴുത്തിൽ ഇങ്ങനെ നുണൽ പോലെ വന്നാൽ അത് ആബ്സസ് ആയിട്ട് വരാം. പിന്നെ ഹാർട്ടിന് പ്രോബ്ലം, കിഡ്നി പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് ഷോർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ യൂട്യൂബിൽ ഡോക്ടർ ജാക്കിർ ഹുസൈൻ ENT ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഏത് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമസ്കാരം.